ഞങ്ങൾ രാമക്കൽമേടിലെ ഞങ്ങളുടെ ഹോട്ടലിലെത്തി കേട്ടോ. ഹോട്ടലല്ല, ആക്ച്വലി ഇത് ഒരു എയർബിഎൻബി വഴി ബുക്ക് ചെയ്ത ഒരു വീടാണ്. താഴെ ഹൗസ് ഓണേഴ്സ് താമസിക്കുന്നുണ്ട്, മേളിലത്തെ ഫ്ലോറ് ഇങ്ങനെ ഒരു എയർബിഎൻബി റെൻറ്റിന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 2 ബെഡ്റൂമും ഹോളും കിച്ചണും ഒക്കെ ഉള്ള ഒരു സെമി നല്ലൊരു മോഡേൺ ആയിട്ടുള്ള വീടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടെയാണ് സ്റ്റേ ചെയ്തത് രാമക്കൽമേടിൽ. അത്യാവശ്യം ഫെസിലിറ്റീസൊക്കെ ഉള്ളൊരു ചെറിയ ചെറിയ റൂംസേ ഉള്ളൂ കേട്ടോ. രാമക്കൽമേടിൽ കാണാനുള്ള മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ ആമക്കൽമേടാണ്. പക്ഷേ ആമക്കൽമേട് പോകുന്നത് നമ്മുടെ കാറൊന്നും കയറില്ല കേട്ടോ. ഈ പറയുന്ന സെഡാൻ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാറുകളൊന്നും അതിലേക്ക് കയറില്ല. അപ്പോൾ ഞങ്ങളുടെ കാർ ആ പകുതി വഴി വെച്ചിട്ട് ഇവിടെ വന്ന് ഇങ്ങനെ സ്റ്റക്കൊക്കെ ആയി. പിന്നെ തിരികെ താഴെ കൊണ്ടുവന്ന് പാർക്ക് ചെയ്തിട്ട് ഞങ്ങൾ നടന്നു പോകാമെന്ന് വിചാരിച്ചു. വേറൊരു റൂട്ടാണ് ആക്ച്വലി രാമക്കൽമേടിലേക്ക് ജീപ്പ് സവാരി ഉള്ളത്. അപ്പോൾ ഞങ്ങൾ ഗൂഗിൾ മാപ്പ് ഇട്ട് വന്ന വഴിക്ക് റോഡ് ഇതുവഴിയാണ് കാണിച്ചത്. അപ്പോൾ അത് കാരണം പിന്നെ ഞങ്ങൾ അങ്ങനെ സ്റ്റക്കായിപ്പോയി. പിന്നെ എന്ത് ചെയ്തു, വണ്ടി പാർക്ക് ചെയ്ത് ഞങ്ങൾ നടക്കാൻ തീരുമാനിച്ചു. ഒരു ട്രെക്കിങ്ങും ആവുമല്ലോ. ഏകദേശം ഒരു 45 മിനിറ്റോളം ഉണ്ടായിരുന്നു ട്രെക്കിങ്. പക്ഷേ രസമായിരുന്നു. രാവിലെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞിട്ടാണ് ഇറങ്ങിയത്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ക്ലൈമറ്റ് നല്ലതായിരുന്നു, നടക്കാനൊരു രസമായിരുന്നു. ആ കാണുന്നതാണ് രാമക്കൽമേടിലെ ആമപ്പാറ. അവിടേക്കാണ് ഞങ്ങൾ നടക്കുന്നത്. അപ്പോൾ ഞാൻ ആക്ച്വലി ഇവിടെ കോളേജിൽ നിന്ന് സ്റ്റുഡൻസിനെയും കൊണ്ട് ടൂർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് വന്ന ഒരു ഇതിൽ ഇങ്ങ് പോകുന്നതാണ്. അപ്പോൾ മോളെയൊന്നും കാണിച്ചിട്ടില്ലല്ലോ ഈ സ്ഥലം. അപ്പോൾ അങ്ങനെ അവരെയും കൊണ്ട് ഞാനൊരു ഗൈഡായിട്ട് ഇങ്ങനെ നടക്കുകയാണ്. അപ്പോൾ അന്ന് വന്ന വഴി ഏതാണെന്നൊക്കെ ഉള്ളത് എല്ലാവരും ചോദിക്കുന്നുണ്ട്. പക്ഷേ അന്ന് വന്ന വഴി ഏതാണെന്ന് എനിക്കും ആക്ച്വലി അറിയില്ല. ഞാൻ വന്ന് ഇതിലിവിടെ പെട്ടുപോയി. പിന്നെ അങ്ങനെ ഞങ്ങൾ നടക്കുകയാണ്. ഇപ്പം നടക്കാൻ റോഡ് ചെറിയൊരു മഴയൊക്കെ ഉണ്ടായിരുന്നത് കാരണം റോഡ് ഫുള്ള് സ്ലിപ്പറായിട്ട് കിടക്കുകയാണ്. ആക്ച്വലി ഞങ്ങളൊന്നും വലിയ കുഴപ്പമില്ലാണ്ട് കയറിയെങ്കിലും ഹരിയുടേത് ഒരു ക്രോക്സ് ചെപ്പലായതുകൊണ്ട് അതിങ്ങനെ എല്ലായിടത്തും സ്ലിപ്പായി പോകുന്നുണ്ടായിരുന്നു. ആക്ച്വലി ക്രോക്സ് ഞങ്ങൾ മേടിച്ചപ്പോൾ ഞങ്ങളുടെ ഉദ്ദേശം ഇങ്ങനെയുള്ള ഏരിയയിലൊക്കെ ഇടാനായിട്ട് കുറച്ചുകൂടെ കംഫർട്ടായിരിക്കുമല്ലോ എന്നാണ്. പക്ഷേ പുള്ളിക്കാരൻ വീണാണ് അങ്ങ് മേളിൽ വരെ എത്തിയത് കേട്ടോ. പക്ഷേ രസമായിരുന്നു. വീണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് സ്ലിപ്പാകും, ഞങ്ങൾ ആരെങ്കിലും പിടിക്കും, അങ്ങനെ നടന്ന് ഏകദേശം എല്ലാവരും ഒന്ന് കുഴഞ്ഞു കേട്ടോ. ഞങ്ങളുടെ കൂടെ ഉള്ളത് ഹരിയുടെ ചേച്ചിയുടെ മോളാണ്. അവളിവിടെ ഞങ്ങളുടെ കോളേജിൽ തന്നെ പഠിക്കുകയാണ്. അപ്പോൾ അവളും ഈ വെക്കേഷൻ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ 3 പേരും അവളും കൂടെ അവളെ വിഷമിപ്പിക്കേണ്ടെന്ന് കരുതിയിട്ടാണ് വീഡിയോയ്ക്ക് വലിയ ക്വാളിറ്റിയും ഫ്ലോയും ഒന്നും ഇല്ലെങ്കിലും ഞാൻ അപ്ലോഡ് ചെയ്യണം. മുതൽ അവളെ ഇത്രയും സ്ട്രെയിൻ എടുത്തിട്ട് 2 ദിവസവും വീഡിയോ ഫുൾ ലെങ്ത് ഫ്രം സ്റ്റാർട്ടിങ് ടു എൻഡ് എല്ലാ ദിവസവും വീഡിയോ എടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ പിന്നെ അതുകൊണ്ട് ഞാനിത് ഇവിടെ അപ്ലോഡ് ചെയ്യുവാണ്. ഒരു ഏകദേശം നമുക്ക് അവിടെ ഉള്ളൊരു വ്യൂ ഒക്കെ ഇങ്ങനെ കട്ട് ചെയ്തൊക്കെ കാണാം, അത്രയേ ഉള്ളൂ. അവളത് എടുക്കുന്നത് ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് അത്ര അങ്ങനെ ഉള്ളൊരു കണ്ടിന്യൂറ്റി ഒന്നും ഇല്ല. എന്നാലും ഞാനിതിവിടെ ഇടുവാണ്, ഒരു മെമ്മറി ആണല്ലോ, ഇവിടെ കിടന്നോട്ടെ എന്ന് കരുതി. ഇതും ഈ ആമപ്പാറയുടെ കുറച്ച് മേളിലേക്കുള്ള ഒരു സ്ഥലമാണ് കേട്ടോ. അവിടെ കുറച്ചൊരു നല്ലൊരു വ്യൂ പോയിൻ്റ് ഉണ്ട്. അവിടെ ഒരു വ്യൂ ടവറുണ്ട്. അപ്പോൾ ആ ടവറിൻ്റെയൊക്കെ മേളിൽ നിന്നിട്ട് കാഴ്ചകൾ കാണാം. ഈ പാറയുടെ ഉള്ളിലൂടെ നമുക്ക് നൂഴ്ന്ന് അപ്പുറത്തേക്ക് പോകാം കേട്ടോ. അപ്പോൾ അതിലേക്ക് പോകുന്ന ആ ഒരു വഴിയാണത്. ചെറിയ കൊക്കയൊക്കെ ഉള്ളിടത്ത് അവർ ആ കൈവേലിയൊക്കെ ഇട്ടിട്ടുണ്ട്. ഇതാണ് അവിടുത്തെ ആ ഒരു കാറ്റ്, ഭയങ്കര വലിയ കാറ്റാണ് കേട്ടോ. ഏഷ്യയിലെ ഏറ്റവും വലിയ കാറ്റ് ഉള്ള സ്ഥലമാണ്. അതുകൊണ്ടാണ് അവിടെ കാറ്റാടിപ്പാടമൊക്കെ ഉള്ളത്. കാറ്റാടിപ്പാടവും കറണ്ട് ജനറേഷനെല്ലാം ഉണ്ട് അവിടെ. ഇവിടെ പച്ചപ്പുല്ല് കാരണം ഇങ്ങനെ ഒരുപാട് പശുവെല്ലാം ഉണ്ട്. അപ്പോൾ ആ പശുക്കളെ എല്ലാം കണ്ട് അങ്ങനെ കുറച്ച് സമയം ആ കാറ്റൊക്കെ ഏറ്റ് അവിടെ നിന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരികെ ഇറങ്ങുവാണ്. ഇവിടെ ഈ രാമക്കൽമേടിൽ അത്ര വലിയ നമുക്ക് ഒരുപാട് വ്യൂ പോയിൻറ്റും അങ്ങനെയുള്ള ഫെസിലിറ്റീസ് അങ്ങനെയൊന്നുമില്ല കേട്ടോ. ഇവിടെ ഈ ആമപ്പാറയുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട്, കുറവനും കുറത്തിയും മലയുടെ. അപ്പോൾ അവിടെയൊക്കെ പോയി നിന്ന് ഈ കാറ്റൊക്കെ കൊണ്ട് പിന്നെ തമിഴ്നാട്ടിലെ വ്യൂ ഉണ്ട്. തമിഴ്നാടിൻ്റെ നമ്മളിപ്പോൾ ഫ്ലൈറ്റിൽ നിന്ന് കാണുന്ന പോലുള്ളൊരു വ്യൂ ഉണ്ട് തമിഴ്നാട്ടിലേക്ക്. അവിടുത്തെ ലാൻഡ് കൃഷിയിടമൊക്കെ നമ്മുടെ ഇങ്ങനെ ക്യൂബ്സ് ആയിട്ട് കിടക്കുന്ന അങ്ങനെയുള്ള രീതിയിൽ നല്ലൊരു വ്യൂ ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ അവിടെ. പക്ഷെ നല്ലൊരു ഒരു ദിവസം കാമാൻ റിലാക്സ് ചെയ്ത് സ്പെൻഡ് ചെയ്യാനുള്ളൊരു നല്ലൊരു സ്ഥലമാണ്. പോയിട്ടില്ലാത്തവർ പോകാൻ ട്രൈ ചെയ്യുക കേട്ടോ. നമുക്ക് വാഗമണ്ണിൽ നിന്ന് പിന്നെ അധികം ഡ്രൈവില്ല. വാഗമണ്ണിൽ നിന്ന് പിന്നെ വളരെ അടുത്ത് തന്നെയാണ് ഈ സ്ഥലം. അപ്പോൾ പിന്നെ ഹോട്ടൽസൊന്നും അങ്ങനെ വലിയ തരത്തിലുള്ള റിസോർട്ട്സും ഹോട്ടലുകളൊന്നും ഇല്ല, ആയി വരുന്നതേ ഉള്ളൂ. എയർബിഎൻബി വഴി ബുക്ക് ചെയ്യുകയാണെങ്കിൽ ഒരു മീഡിയം ലെവലിലുള്ള ഹോട്ടലൊക്കെ കിട്ടും കേട്ടോ. ഞങ്ങളെടുത്ത അതുപോലെയൊക്കെ ഉള്ളത് കിട്ടും. അപ്പോൾ തിരികെ ഞങ്ങളുടെ വണ്ടി താഴെ
ആ ഒരു സ്ഥലത്ത് ഇട്ടത് കാരണം തിരികെ ഞങ്ങൾ ജീപ്പ് പിടിച്ചില്ല, നടന്നിറങ്ങുക ചെയ്തത്. ഈ നമ്മുടെ ആമപ്പാറയിൽ ടിക്കറ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് 30-20 രൂപയുടെ ടിക്കറ്റ് എടുത്തിട്ടാണ് നമുക്കിവിടെ നിന്ന് എൻട്രി വരുന്നത്. ഇതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ തിരികെ ഞങ്ങളുടെ ആദ്യം ഞങ്ങൾ ട്രിപ്പ് പ്ലാൻ ചെയ്തത് വാഗമൺ വഴി രാമക്കൽ മേട് വഴി നേരെ രാമേശ്വരം ധനുഷ്കോടി പോകാമെന്നായിരുന്നു. പക്ഷേ പിന്നെ രാമേശ്വരം ധനുഷ്കോടിയൊക്കെ നോക്കിയപ്പോൾ ഒരു 4-5 ദിവസം വീണ്ടും എടുക്കും. അപ്പോൾ ഓണമാണല്ലോ, ഓണത്തിന് നാട്ടിലെത്തുകയും വേണം. നാട്ടിലെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വീട്ടിലും ഹരിയുടെ വീട്ടിലുമാണ് ഓണം. ഞങ്ങൾ വീട് പണിതു എന്നുണ്ടെങ്കിലും ആകെ ഒരു വർഷമേ ഞങ്ങളവിടെ ഓണം കൂടിയുള്ളൂ. ബാക്കിയെല്ലാം പാരൻസ് ഉള്ളതുകൊണ്ട് നാട്ടിൽ തന്നെയാണ്. അപ്പോൾ അങ്ങനെ ഒരു ട്രിപ്പും കൂടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഓണത്തിന് വീട്ടിലെത്താൻ പറ്റില്ല. അതുകൊണ്ട് ഞങ്ങൾ പ്ലാൻ ഒന്ന് ചെറുതായിട്ട് ചേഞ്ച് ചെയ്തു. ഞങ്ങൾ വിചാരിച്ചു നേരെ അവിടെ നിന്ന് തമിഴ്നാട് കയറിയിട്ട് തമിഴ്നാട്ടിലെ വഴി നമുക്ക് തിരിച്ച് മൂന്നാറിലേക്ക് കണക്ട് ചെയ്യാനുള്ള ഒരു റോഡുണ്ട്. അപ്പോൾ ആ റോഡും എക്സ്പ്ലോർ ചെയ്യാമെന്ന് കരുതിയിട്ട് നേരെ ഞങ്ങൾ രാമക്കൽ മേടിൽ നിന്ന് പിന്നെ അടുത്ത് ഒരു 8-10 കിലോമീറ്റർ ഉള്ളൂ. അപ്പോഴേക്കും നമ്മൾ തമിഴ്നാടാവും, തമിഴ്നാട് ബോർഡറാണ്. ഞങ്ങളപ്പോൾ അവിടെ നിന്ന് നേരെ രാമക്കൽ മേടിൽ നിന്ന് നേരെ തമിഴ്നാട്ടിൽ നിന്നാണ് ഊണ് കഴിച്ചത്. അവിടെ നിന്ന് കയറിയിട്ട് തമിഴ്നാട് വഴി നേരെ മൂന്നാർക്ക് പോയി സ്റ്റേ ചെയ്യാമെന്നൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. ഇനി അറിയില്ല, വീണ്ടും പ്ലാൻ ചേഞ്ച് ആവുമോ എന്നുള്ളത്. ഒറ്റ സ്ട്രെച്ചിങ് വരാമെന്നുള്ളതേ ഉള്ളൂ. ആക്ച്വലി ഞങ്ങളുടെ പ്ലൂട്ടോസിനെ അവിടെ ഒരു ഡേ കെയറിലാക്കിയിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് അവനെയും വീട്ടിലേക്ക് എത്തിക്കണം. അങ്ങനെ ഉള്ളൊരു അവനെ ഒറ്റയ്ക്കാക്കിയിട്ട് പോകുന്നതിൻ്റെ വിഷമമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളിങ്ങനെ നിൽക്കണോ വീട്ടിൽ പോകണോ എന്നുള്ള രീതിയിൽ കൺഫ്യൂഷനിലാണ്. അപ്പോൾ എന്തായാലും ഞങ്ങൾ ഇവിടെയൊക്കെ നന്നായിട്ട് എക്സ്പ്ലോർ ചെയ്തു. ഇതിലേക്കൂടെ പാറയിലേക്കൂടെ നുഴഞ്ഞിറങ്ങാൻ ആദ്യം ടെൻഷനായിരുന്നെങ്കിലും പിന്നെ എല്ലാവരും ഇറങ്ങി. പിന്നെ കുറച്ച് സമയം അവിടെയൊക്കെ നിന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് നേരെ തിരിച്ച് തമിഴ്നാട്ടിലേക്കാണ്. തമിഴ്നാട് കയറി അവിടെ നിന്നൊരു തമിഴ്നാട് റോഡ് അറിയാമല്ലോ. പിന്നെ റോഡ് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫാസ്റ്റായിട്ട് പോവാം, നല്ല റോഡും. പിന്നെ പക്ഷേ ഇറങ്ങിയപ്പോൾ ഒരാകെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ ചൂട്. അവിടെ രാമക്കൽ മേടൊക്കെ എന്ന് പറഞ്ഞാൽ ക്ലൈമറ്റ് ഭയങ്കര പ്ലസൻ്റ് ആയിരുന്നല്ലോ. അവിടെ നിന്ന് നേരെ തമിഴ്നാട് എൻ്റർ ചെയ്തില്ല, അതിനു മുമ്പ് ചൂട് തുടങ്ങി. അത് നമ്മൾക്ക് നമ്മുടെ നേച്ചറിലും കാണാമായിരുന്നു, എല്ലാ വരണ്ടുണങ്ങിയ ചെടികളും അങ്ങനെയൊക്കെ ആയിട്ട്. അപ്പോൾ പിന്നെ ഒരു കരിക്കെങ്കിലും കുടിക്കാമെന്ന് കരുതിയിട്ട് ഇറങ്ങിയപ്പോൾ അതും വെയിലടിച്ച് വാടി കിടക്കുമായിരുന്നു. എന്തായാലും അതും കുടിച്ചു. പിന്നെ അവിടെ നിന്ന് നേരെ ഞങ്ങൾ മൂന്നാർ റോഡ് കയറി. മൂന്നാർ റോഡിലേക്ക് അവിടെ നിന്ന് പിന്നെ ആക്ച്വലി നമുക്ക് തിരികെ രാമക്കൽ മേടിയിൽ നിന്ന് മൂന്നാർ പോകാനായിട്ട് കേരളം വഴി തന്നെ പോകാനെങ്കിൽ കിലോമീറ്റർ കുറവായിരുന്നു. പക്ഷേ ഞങ്ങളിങ്ങനെ തമിഴ്നാട് വഴി ഒന്ന് കയറാമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങ് പോകുന്നതാണ്. അവിടെ നിന്ന് നേരെ തിരിച്ച് മൂന്നാർ റോഡ് കയറി. മൂന്നാർ റോഡിൽ ചെറിയ ഷോപ്പിൽ നിന്ന് ഞങ്ങൾ ചായയും കുടിച്ച് അവിടെ നിന്ന് ഈ അരിനെല്ലിക്ക ഉപ്പിലിട്ടതും അങ്ങനെയുള്ള കുറച്ച് നമ്മളിങ്ങനെ യാത്ര പോകുമ്പോൾ മാത്രം കാണുന്ന അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇവിടെയും ഉപ്പിലിട്ടതൊക്കെ കിട്ടും, പക്ഷേ എന്നാലും നമ്മളങ്ങനെ മേടിക്കാറില്ലല്ലോ. യാത്രയാകുമ്പോൾ ആ ഒരു മോഡാണ്. അപ്പോൾ അതൊക്കെ മേടിച്ച് തിരികെ മൂന്നാറിലേക്ക്. അപ്പോൾ മൂന്നാറിൽ ഇനി സ്റ്റേ ഉണ്ടോ എന്നില്ലയോ എന്നുള്ളത് നമുക്ക് പിന്നെ തീരുമാനിക്കാം. അപ്പോൾ ശരി, അടുത്ത